എറണാകുളത്ത് നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വരുന്നു. തടിക്കക്കടവ് അങ്കനവാടിക്കുള്ളിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കുന്ന ഷെൽഫിനുള്ളിലാണ് പാമ്പിനെ കണ്ടത്. കളിപ്പാട്ടങ്ങൾ മാറ്റിയപ്പോൾ മൂർഖൻ പത്തി വിടർത്തി നിൽക്കുകയായിരുന്നു. കുട്ടികൾ ക്ലാസ് മുറിയിലുള്ള സമയത്താണ് മൂർഖനെ കണ്ടത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിൽ മൂർഖൻ പാമ്പിനെ പ്രേക്ഷകർക്ക് കാണാം. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, പേടി തോന്നുന്നു. അങ്കനവാടിയാണ്, ചെറിയ കുഞ്ഞുങ്ങളാണ്. എങ്ങനെയാണ് ഈ പാമ്പ് അകത്ത് കയറിയത്? എന്താണ് അവർ പറയുന്നത്? റോഷ്നി, ഞാനിപ്പോൾ നിൽക്കുന്നത് കരുമാലൂർ പഞ്ചായത്തിലെ തടിക്കക്കടവ് അങ്കനവാടിയിലാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. ആരെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ അങ്കനവാടിയിൽ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 8 കുട്ടികൾ ആ സമയത്ത് ഈ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നു. ഈ രാവിലെ ഏതാണ്ട് ക്ലാസ് തുടങ്ങിയ ശേഷം ടീച്ചർ കുട്ടികൾക്കൊപ്പം സംസാരിക്കുകയും അതിനുശേഷം കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും മറ്റും എടുത്തു കൊടുക്കുകയായിരുന്നു. ഇതാണ് ഈ കുട്ടികൾ കളിക്കുന്ന മുറി. ഇവിടെയാണ്. ഇതാണ് അംഗൻവാടിയിലെ പ്രധാനപ്പെട്ട മുറി. ഈ മുറിയിൽ ഈ കാണുന്ന ഷെൽഫിലാണ് ഈ കളിപ്പാട്ടങ്ങളൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്നത്. ഈ കളിപ്പാട്ടങ്ങൾ രാവിലെ ഈ അധ്യാപിക ഇവിടെ നിന്ന് മാറ്റുകയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഒരു മൂർഖൻ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന ദൃശ്യം കാണുന്നത്. ഇതൊരു പാടശേഖരമാണ്. പാടശേഖരത്തിനോട് ചേർന്നുള്ള ഒരു അംഗൻവാടിയാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ മൂർഖൻ അകത്തേക്ക് കയറിയത് എന്ന് വ്യക്തമല്ല. എന്തായാലും ഏതാണ്ട് ജീവനക്കാരടക്കം 10-ലേറെ ആളുകൾ ഈ മുറിയിൽ മാത്രം ഉണ്ടായിരുന്നു. 8 കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടികൾ കളിക്കുന്നതിനോട് ചേർന്ന് തന്നെ ഈ ചുമരിലെ ഈ കാണുന്ന ഷെൽഫിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. നമുക്കൊപ്പം ഈ അധ്യാപിക നമുക്കൊപ്പം ഉണ്ട്. അന്നേരം ഈ അധ്യാപികയാണ് ഈ മൂർഖൻ പാമ്പിനെ കണ്ടത്. ടീച്ചറെ, എന്താ സംഭവിച്ചത്? രാവിലെ കുട്ടികൾ വന്ന് ഈശ്വര പ്രാർത്ഥന എല്ലാം നടത്തി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പറഞ്ഞു, അറ്റൻഡൻസ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടീച്ചറെ പാട്ട് പഠിപ്പിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുസ്തകത്തിന് ഇന്നത്തെ ഈ മാസത്തെ തീം പുതിയതാണ്, എന്നാലും കഴിഞ്ഞ മാസത്തെ തീമുകളൊക്കെ ഒന്നും കൂടെ മെമ്മറി വൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് കുറച്ച് നേരം കളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് പാല് വന്നിട്ടുണ്ടായിരുന്നു. തിങ്കൾ, ബുധൻ, വെള്ളി പാലും, ചൊവ്വ, വ്യാഴം, ശനി മുട്ടയും കൊടുക്കണേന്ന്. അപ്പോൾ പാലൊക്കെ കുടിച്ചു കൊച്ചുങ്ങളൊന്നും നല്ലൊരു ഫ്രഷ് ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ജൂൺ ജൂലൈ 2 മാസമായി അവർ ഈ കളിപ്പാട്ടത്തിലിട്ട് കളി തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളിപ്പാട്ടമൊക്കെ വാരി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞാൽ ഈ ബോളെല്ലാം വാരി കൂട്ടി വയ്ക്കുക, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേറെ കളിപ്പാട്ടിട്ട് തരാം. ഇനി മുതൽ ആ കളിപ്പാട്ട് ചേഞ്ച് ചെയ്ത് കളിക്കാൻ പിള്ളേർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് വാരിയിട്ടപ്പോൾ ആദ്യം ഒരു ബക്കറ്റ് വാരിയിട്ടും അവിടെ കൊണ്ടുവച്ചു, അപ്പുറത്ത് മുറി കൊണ്ടുവച്ചു. ബാക്കി ബോളും ഇതിനകത്ത് കിടക്കണേ. ഇതിനകത്ത് 180 ബോളുണ്ട്. അപ്പോൾ ആ ബോൾ വരാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ അന്ന് ഈ ബോൾ വാരാനായിട്ട് അതാണ് വലിയ പെട്ടി, ആ പെട്ടിയിലോട്ട് വാരിയിടാം, എന്നിട്ട് ഈ ചെറിയ പെട്ടിയിലിട്ട് ഈ കളിപ്പാട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ വേഗം തന്നെ അവിടെ ചെന്നിട്ട് ഇപ്പോൾ പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെൽപ്പർ ഉണ്ട് എൻ്റെ കൂടെ, ഇവിടെ തന്നെ ഹെൽപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഹെൽപ്പർ എന്നോട് പറഞ്ഞ് ഒരു കൊച്ചപ്പോഴത്തേക്കും പുതിയതായിട്ട് ഇന്നലെ വന്ന കൊച്ച. അപ്പോൾ ആ കൊച്ച് ചുമച്ച് കരഞ്ഞ് പാല് കുടിച്ചതായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുന്നവന് കരഞ്ഞ് നൊല്ല വിളിച്ചപ്പോൾ ആ കൊച്ച് ഛർദ്ദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിനെ കൊണ്ടേ കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഹെൽപ്പർ അതിനെ കഴുകാനും ആ നടയിലാണ് കൊച്ചി ഛർദ്ദിച്ചു. അപ്പോൾ അവിടെയും വൃത്തിയാക്കി കഴുകാനായിട്ട് ഹെൽപ്പർ ഞാൻ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ബാക്കിയുള്ള ആൺകുട്ടികളെല്ലാം ഇവിടെ തന്നെ വന്നിട്ടുണ്ടായി. അപ്പോൾ ആൺകുട്ടികളോട് ഞാൻ ബോൾ കോരിയിടാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കളിപ്പാട്ടം ഇങ്ങനെ എടുത്തിട്ട് ഞാനിത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഇത് എടുത്ത് ഇവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാവരും ബോൾ വാരിയിടാൻ പറഞ്ഞു. ബോൾ വാരിയിടാൻ പറഞ്ഞ് ഇത് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോഴും ആലോചിക്കുമ്പോൾ വിഷമം വരിക. ഒരു വലിയൊരു പാമ്പ് ഇങ്ങനെ ഞങ്ങൾ 10 വിടർത്തിക്കണം. വേഗം തന്നെ അയ്യോ പാമ്പെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഞാൻ എൻ്റെ കൊച്ചുങ്ങൾക്ക് വാരി എടുത്തിട്ട് ഞാൻ മാക്സിമം ഉറക്കം വിളിച്ച് കരയുക, അയ്യോ പാമ്പ്, എൻ്റെ കൊച്ചുങ്ങൾ അപ്പോഴത്തേക്കും ഹെൽപ്പർ അവിടെ കഴുകിയിട്ടേക്കായിരുന്നു. അപ്പോൾ ഒരു കൊച്ചു ഓടി ഇങ്ങോട്ട് വന്നു പാമ്പെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പിടിക്കരുത് സുനിത കൊച്ചിനെന്ന് പറഞ്ഞു. അപ്പോൾ സുനിത ഓടി വന്ന കൊച്ചിനെ എടുത്ത് ഞാൻ 4 കൊച്ചുങ്ങളെ വാരി എടുത്തെങ്കിലും ഓരോ എൻ്റെ നിന്ന് ഊർന്നു പോയി പാമ്പിൻ്റെ അടുത്തേക്ക് വരാൻ പോവാം. അപ്പോൾ ഈ പാമ്പ് ഇവിടെ തന്നെയുണ്ട്. ഞാൻ വേഗം തന്നെ ഇത് എങ്ങനെ ചാടിക്കിടന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ബാക്കിയുള്ള കൊച്ചുങ്ങളെ പിടിച്ചുകൊണ്ട് വേഗം ഓടി ഞാൻ അങ്ങോട്ട് ഓടി. അങ്ങനെ ഓടിക്കുമ്പോൾ ഹെൽപ്പർ സ്റ്റെപ്പിൽ തട്ടി മലന്നടിച്ച് അതിൻ്റെ തലയൊക്കെ മുടച്ചു ഇല്ലിട്ടു. പൊട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. കേട്ട് പേടിച്ചോടുമ്പോഴാണോ ഹെൽപ്പർ വീണത്? അപ്പോൾ ഹെൽപ്പർ ഇങ്ങോട്ട് ഓടി വന്നു എൻ്റെ നെല്ലുവിളി കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട, കൊച്ചിനെ പിടിച്ചോ പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും പിടിച്ചു. പിന്നെ ഞങ്ങൾ അലറി വിളിക്കരുത്, മാക്സിമം അലറി വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പുറത്ത് വീട്ടിൽ മതിൽ തേച്ചുകൊണ്ടിരിക്കുന്ന 2 ആൾക്കാരുണ്ടായിരുന്നു. അവർ ഹിന്ദിക്കാരാണ്. അവരെന്നെ നിലവിളി കേട്ട് ഓടി വന്നിട്ട് ഒരു കോലെടുത്തിട്ട് കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ വേണ്ട തല്ലണ്ട കൊല്ലണം. അപ്പോൾ അവിടുത്തെ ഓണർ വീടിൻ്റെ ഉടമസ്ഥൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു ടീച്ചറെ ഇത് വലിയ പാമ്പാണ്, നമ്മൾ പിടിച്ചാൽ ഒതുങ്ങൂല, അതുകൊണ്ട് ഇത് വനം വകുപ്പിനെ അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ
അപ്പം ഞാൻ പറയും അപ്പം ഞാൻ വേഗം തന്നെ അപ്പോഴത്തേക്ക് എൻ്റെ അഡോൾസെൻ്റ് ഗേൾസിൽ ഒരു കൊച്ചിൻ്റെ അമ്മ തൊട്ടടുത്ത് താമസിക്കണം. ആ കൊച്ച് ഹരിതകർമ്മസേനയിൽ ജോലിയുള്ളൂ. അതൊന്നും ജോലിക്ക് പോയിട്ടുണ്ടായില്ല. അത് ഓടി വന്നു. സാൽബയുടെ അമ്മ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെപ്രാളം കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം മെമ്പറെ വിളിക്കാവോ എന്ന് വെച്ചു. അങ്ങനെ വേഗം മെമ്പറെ വിളിച്ച്. പിന്നെ ഞാൻ വേഗം തന്നെ എൻ്റെ സൂപ്പർവൈസറെയും CDPOനെയും ഞാൻ വിളിച്ച് അപ്പം അതിനു മുമ്പ് രാവിലെ ശനിയാഴ്ച ഒരു വൈകുന്നേരം സ്കൂൾ അംഗനവാടി വിടുന്നതിന് തൊട്ട് മുമ്പ് നല്ല കാറ്റായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടെ എപ്പോഴും കാറ്റുണ്ട്, പാടത്തായതുകൊണ്ട് കാറ്റുണ്ട്. പിന്നെ പാടമായതുകൊണ്ട് ഒത്തിരി പാമ്പുകളും എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ഞാൻ അങ്ങനെ പാമ്പിനെ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ പാമ്പിനെ ഇത്ര ഇങ്ങനെ അടുത്ത് കാണുന്നത്. അപ്പോൾ എന്നിട്ട് കാറ്റടിച്ചിട്ട് ഈ ജനൽ ഒരു വശം ഒരു ചില്ല് ഒരു ഭാഗം അടന്ന് താഴോട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ കൊച്ചിൻ്റെ ആഹിലിൻ്റെ വാപ്പ വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഇതിങ്ങനെ തുറന്നിരിക്കുന്നത് ശരിയല്ലല്ലോ, രാത്രിയാകുമ്പോൾ എന്തെങ്കിലും കയറുമല്ലോ എന്ന് പറഞ്ഞ് അമ്മമാരും അംഗനവാടി കുട്ടികളുടെ അമ്മമാരും ഹെൽപ്പറും കൂടിയാണ് അതെല്ലാം അടച്ചു വെച്ച് ഭദ്രമായിട്ട് പോയത്. പക്ഷെ തുണിയാണ് വെച്ചേക്കണം. എന്ത് സാധനങ്ങളും ഇനി അതിൽ കയറാൻ പാടില്ല എന്നില്ല. ഞങ്ങൾ അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്ത് ഇതിലെന്തെങ്കിലും കയറിയാൽ അറിയൂല എന്ന് പറയുകയും ചെയ്തു. ഇന്നവരെ ഇതിൻ്റെ ഉള്ളിൽ പാമ്പിനൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. 2014 ഇത് നിർമ്മിച്ച കെട്ടിടമാണ്. ഒരു കുഴപ്പമില്ല, നല്ല കെട്ടിടമാണ്. പക്ഷേ പാമ്പ് ഇപ്പോൾ ഇതിൽ വന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ചുറ്റും പാമ്പുണ്ട്. ഒരു ദിവസം ഞാനിവിടെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ പാമ്പ് ഇതിൽ പോണ് കണ്ടിട്ടുണ്ട്. അപ്പം കാടൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ഇപ്പുറത്തെ ആൾക്കാരെല്ലാവരും മരുന്നടിച്ച് പുല്ലൊക്കെ ചെത്തിയത് തൊഴിലുറപ്പുകാർ മെമ്പർ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ മതി, മെമ്പർ അപ്പം തന്നെ തൊഴിലുറപ്പുകാർ വെച്ച് ഇവിടെ എല്ലാം ക്ലീനാക്കി തരാറുണ്ട് എനിക്ക്. അത് ഇതിലൊന്നും ചെയ്തു തന്നിട്ട് അങ്ങനെ ഒരു അമാന്തം കാണിച്ചിട്ടില്ല. പിന്നെ ഞാൻ വേണമെങ്കിൽ സൂപ്പർവൈസർ വിളിച്ചപ്പോൾ സൂപ്പർവൈസറും CDPOയും ട്രെയിനിങ്ങിലാണ്. അവർ വിളിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഞാനിങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ജനലിൻ്റെ കാര്യവും ഞാൻ സാറിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് നമുക്ക് എത്രയും വേഗത ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ വാർഡ് മെമ്പറാണ് ആദ്യം ഓടി വന്നത്. സൂപ്പർവൈസർമാരും CDPOയും മീറ്റിങ്ങിലായിരുന്നു, എറണാകുളത്ത് മീറ്റിങ്ങിലായിരുന്നു. എന്നിട്ട് വേദന മെമ്പർ ഓടി വന്നു. ഞാൻ മെമ്പറിനെ വിളിച്ചാണ് പറഞ്ഞത്. മെമ്പർ ഓടി വന്നു. ഇവിടെ പിന്നെ വേറെ അത്ര എല്ലാവരും തൊഴിലുറപ്പിനും ഓരോ കാര്യങ്ങൾക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്, അധികം ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പിന്നെ മെമ്പർ വേഗം തന്നെ വേണ്ട നടപടികളെല്ലാം എടുത്ത് ആൾക്കാർ കൂടി എല്ലാം കൊണ്ട് അവരെ അറിയിച്ചു. ആ സാറ് വന്ന് പിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ ഈ തൊട്ടടുത്ത് കണ്ടതിന് എനിക്കൊരു ഷോക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇന്നേവരെ ഇങ്ങനെ കണ്ടിട്ടില്ല പാമ്പിനെ. ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർ പാമ്പിനെ കണ്ട് പിന്നെ മെമ്പറും പാമ്പിനെ പിടിച്ച സാറും കൂടി വന്ന് ടീച്ചർ ഇവിടെ വന്ന് കാണും. ആ വിഷയം ടീച്ചറിൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് പാമ്പ് പോയി ടീച്ചർ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതേ ഞാൻ 2 പ്രാവശ്യം ഞാൻ തല ഇറങ്ങി വീണു. അതുകൊണ്ട് പിന്നെ എന്നെ തിരിച്ച് അവർ ഇത് പോയി ടീച്ചറെ ഇവിടെ ഞാൻ പിന്നെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടാണ് പാമ്പിനെ പിടിച്ച സാറ് പോയത്. എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ടീച്ചർ അകത്ത് കയറുന്നു തന്നെ ഇവിടെ കയറി വാർഡ് മെമ്പറും എന്നിട്ട് പാമ്പിനെ പിടിച്ച സാറും എന്നെ ശരിക്കും ധൈര്യപ്പെടുത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. പിന്നെ എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്ന് അടുത്ത തൊട്ടടുത്തുള്ള സെൻറ്ററിലെ ടീച്ചേഴ്സും വന്ന് സൂപ്പർവൈസറും ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വന്നു. ഇപ്പോൾ തെരുതെരെ എന്നെ CDPOയും പല പ്രാവശ്യം വിളിച്ച് സൂപ്പർവൈസറും ഇതിനിടയ്ക്ക് കുറേ പ്രാവശ്യം വിളിച്ചാൽ 10-5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുന്നുണ്ട്. എന്താ പേടിക്കേണ്ട ടീച്ചറെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വിളിക്കണ്ടായിരുന്നു. അതിനാണ് റോഷിനി ഇവിടെ മറ്റുള്ളവരുമുണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പറും ഇവിടെ ഉണ്ട്. ചേച്ചി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ ആ ജനൽ, എൻ്റെ ഹസ്ബൻഡ് വെൽഡറാണ്, ഹസ്ബൻഡിനെ വിളിച്ച് ഞാൻ ജനൽ പിടിപ്പിച്ചതാണ്. അതിൻ്റെ കയറൊക്കെ വെച്ച് കെട്ടി വെച്ചു. അത് തന്നെയാണ് ഈ കാണുന്ന ജനലാണ് ഇത്തരത്തിൽ ശക്തമായ കാറ്റിലും മറ്റും ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചത്. അവിടെ തുണിയും മറ്റും തിരികെ വെച്ചിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ആ തുണിക്കിടയിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഈ കാണുന്ന പാടത്ത് നിന്ന് ഈ അംഗനവാടിയിലേക്ക് മൂർഖൻ പാമ്പ് കയറിയിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പറും നമുക്കൊപ്പം ഉണ്ട്. എന്താണ് വരുമ്പോൾ എന്താ കണ്ടത് ചേച്ചി? പേടിച്ചു പോകുമ്പോൾ ഓടി വീഴുകയൊക്കെ ചെയ്തു. ഞാൻ പുറത്ത് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ കിടന്ന് ബഹളം കൂടിയത് പാമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ 3-4 കുട്ടികൾ പുറത്തായിരുന്നു, പെൺകുട്ടികൾ, ആൺകുട്ടികളായിരുന്നു അകത്ത്. അപ്പോൾ ഞാൻ അകത്തേക്ക് കയറി. ഒരു കുട്ടി ഓടിപ്പോയപ്പോൾ അതിനെ പിടിച്ചുകൊണ്ടും ഇറങ്ങി ഓടിയപ്പോഴാണ് പടിയുമ്പോൾ തട്ടി വീണത്. തെന്നി അവിടെ കഴുകിയിട്ടേക്കായിരുന്നു. പിന്നെ എല്ലാ കുട്ടികളെയും കൊണ്ടുപോയി അടുത്ത വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. ഞാനും അവിടെ ഇരുന്നു. ഞങ്ങൾ പോകുന്നില്ല പിന്നെ അങ്ങോട്ട്. അതോടൊപ്പം തന്നെ ഇവർ അറിയിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തി ഈ മൂർഖൻ പാമ്പിനെ ഇവിടെ നിന്ന് മാറ്റിയത് വനംവകുപ്പിന്റെ റെസ്ക്യൂ പ്രവർത്തകനാണ്. ശരിക്കും മൂർഖൻ പാമ്പാണ് പത്തി വളർത്തി നിൽക്കുകയായിരുന്നു അല്ലേ? അതെ. എനിക്ക് വന്ന കോളെന്ന് വെച്ചാൽ വാർഡ് മെമ്പർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അംഗനവാടിയിൽ ഒരു പാമ്പുണ്ട് എന്ന് പറഞ്ഞു. അതിന് മുമ്പ് തന്നെ സ്റ്റേഷനിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ കോൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പാമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എൻ്റെ വാട്സപ്പ് ഇങ്ങനെ ബ്ലോക്ക് ആയി കിടക്കണം, ഫോണില്ല, നമ്പറൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ എനിക്ക് നമ്പർ പറഞ്ഞു തന്നു. മലറ്റൂർ ഫോറസ്റ്റിൽ നിന്നാണ് വിളിച്ചത്. ഞാൻ പേപ്പറിൽ എഴുതിയെടുത്തു. അപ്പോൾ തന്നെ മെമ്പർ
മെമ്പർ വിളിച്ചു. മെമ്പറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞു മെമ്പറാണ്. അപ്പോൾ എനിക്ക് സ്ഥലം അറിയില്ല. അപ്പോൾ ഇന്ന റൂട്ടിൽ വന്നത് അവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ കൂടിയിരിപ്പുണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇവിടെ വരികയാണ്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അകത്താണെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളൊന്നും കാണില്ല, കുട്ടികളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നേരെ അകത്ത് നോക്കിയപ്പോൾ ആൾ അലമാരുടെ അകത്ത് ഞാൻ 10 വിടർത്തി നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്ന് മാറി നിൽക്ക്, പേടിക്കേണ്ട, ഞാനത് റെസ്ക്യൂ ചെയ്തോളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതിനുശേഷം ഞാനവിടെ റാക്കറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് നേരെ പാമ്പിനെ റെസ്ക്യൂ. പാമ്പ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് എൻ്റെ കൂടെ പോകുന്നു. നേരെ ബാഗ് ചെയ്തു, നമ്മളതിനെ ബാഗ് വെച്ച് കെട്ടി നമ്മൾ സേഫായിട്ട് മാറ്റി. അപ്പോൾ ഇവിടെ നിന്ന് നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ടീച്ചർക്ക്, അപ്പോൾ ടീച്ചർ അപ്പുറത്ത് തല ഇറങ്ങി വീണേക്കാണ് ആകിയതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ ഭയങ്കര ഇടിയെന്ന് വിളിയാണ്. വെച്ചാൽ ഇത്രയും നാളെടുത്ത് ഇപ്പോൾ 2022 ഞാൻ ലൈസൻസ് എടുക്കുന്നത്, അതിന് മുമ്പോട്ട് സ്നേക്കിന് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ റെസ്ക്യൂവിന് പോയിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. വെച്ചാൽ കുട്ടികൾ അറിയണം, കുട്ടികളുടെ അടുത്ത് ചോദിച്ചു എന്ത് ചോദിച്ചാൽ പാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലിങ്ങനെ അവർക്ക് ആ ഒരു പേടി. ഞാൻ പറഞ്ഞാൽ പാമ്പൊന്നും ഇല്ല, അതൊക്കെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ട് കുട്ടികൾ തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടീച്ചർ ഒന്നും മിണ്ടാനില്ല, ടീച്ചർ കരച്ചിലോട് കരച്ചിൽ തന്നെ. അതിനെ തുടർന്ന് ബാക്കി നാട്ടുകാരുടെ എല്ലാവരും സിറ്റുവേഷൻ വളരെ വഷളായേക്കണം. നമ്മൊരു എന്താ പറയുക, ഒരു മരണവീടെന്നൊക്കെ പറയുന്നത് വളരെ ദയനീയാവസ്ഥ, അതിലും മോശം കണ്ടീഷനായിരുന്നു. അപ്പോൾ അവന് പേടിക്കേണ്ട, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെയെന്ന് വെച്ചാൽ വന്നതിന് മുമ്പ് തന്നെ മെമ്പർക്ക് ഞാൻ കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെയും ബാക്കി എല്ലാവരെയും ഇവിടെ ആരൊക്കെ ഉണ്ടോ അവരെല്ലാവരും നീക്കം ചെയ്യുക, ഞാൻ എടുക്കാനോ പിടിക്കാനോ. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ചാനലിൽ കണ്ടിരുന്നു കുട്ടികൾ പാമ്പിൻ്റെ അടുത്ത് കുപ്പിയിലാക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി, അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വന്നാൽ പോലും ചിലപ്പോൾ അടുത്തുനിന്ന് സൂം ചെയ്ത് കിട്ടില്ലെങ്കിൽ അടുത്തേക്കല്ല, ചില ബൈറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. വാട്ടിയെടുത്ത് തല്ലാൻ പോവുക, അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ തോണ്ടി എറിയുക, അങ്ങനെയുള്ള അപകടം, പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് തന്നെ കൂടുതൽ നമ്മൾ പറയാറുണ്ട്, മാക്സിമം അതിന് അകലം പാലിക്കുക. നിങ്ങളതിന് അംഗനവാടിക്ക് അകത്ത് കണ്ട മൂർഖൻ പാമ്പിനെ അവിടെ നിന്നും പിടിച്ച് കൊണ്ടുപോയി. എറണാകുളം തടിക്കക്കടവ് അംഗനവാടിക്കുള്ളിലാണ് ഇങ്ങനെ മൂർഖൻ പാമ്പിനെ കണ്ടത്. കുട്ടികളൊക്കെ ഉള്ള സമയത്താണ് പാമ്പ് വന്നത്. അധ്യാപികയടക്കം പേടിച്ചുപോയി എന്നാണ് അവർ പ്രതികരിച്ചത്.